അല്ല എപ്പോഴും കൂടെ ഉള്ള പോലെ തന്നെ നമുക്ക് തോന്നണം. ആ റൂമിനകത്തൊക്കെ കയറുമ്പോൾ തന്നെ നമുക്ക് VS കൂടെ ഉള്ളതായിട്ട് തന്നെയാണ് തോന്നുന്നത്. ജ്യേഷ്ഠനായിരുന്നല്ലോ VS-ന്റെ ഭക്ഷണങ്ങൾ നിയന്ത്രിച്ച് അദ്ദേഹത്തിനെ ഒരു കൺട്രോളിൽ കൊണ്ടുപോയിക്കൊണ്ട്. അതെ, ഇവിടെ വന്നപ്പോൾ കൺട്രോളിങ്ങിൽ ആയിരുന്നു VS. ഇവിടെ വരുമ്പോൾ തന്നെ അല്ല എല്ലായിടത്തും VS കൺട്രോളിൽ. എത്ര വർഷമായിരുന്നു ചേട്ടൻ അപ്പോൾ ഉണ്ട്? ഇപ്പോൾ ഒരു 46 വർഷത്തോളമായി. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അതുകൊണ്ടായിരുന്നു VS ഒക്കെ ഇവിടെ തന്നെയുണ്ട്. ഭക്ഷണമല്ല പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം? VSന് ഇഡ്ഡലി, പിന്നെ ഇടിയപ്പം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അപ്പം, പിന്നെ കറികൾ കടല, പിന്നെ ഗ്രീൻ പീസ്, അങ്ങനെയുള്ള കറികൾ. ഗുണമുള്ള ഭക്ഷണങ്ങളാണ് അദ്ദേഹം കൂടുതൽ കഴിച്ചിരുന്നത്. അതെ അതെ, ഇഡ്ഡലിയുടെ കൂടെ ചമ്മന്തി, സാമ്പാർ, അങ്ങനെയുള്ള. പിന്നെ സദ്യ എന്ന് പറഞ്ഞാൽ VS ഒത്തിരി ആർഭാടമായിട്ട് കഴിക്കത്തില്ല. അങ്ങനെ എല്ലാം ചുരുക്കി ചുരുക്കി കഴിക്കത്തുള്ളൂ. നേരത്തെ തൊട്ട് ഈ ഭക്ഷണ നിയന്ത്രണം ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ തൊട്ട് VSന് ഭക്ഷണ നിയന്ത്രണം ഉണ്ടാവാം. അത് വർഷങ്ങളായിട്ടുള്ളതാണ്. ഞാൻ കാണുമ്പോൾ തൊട്ട്, ഞാൻ VSന്റെ അടുത്ത് നിൽക്കുമ്പോൾ തൊട്ട് എനിക്കറിയാം VS നിയന്ത്രിച്ച ഭക്ഷണം കഴിക്കാറ്. കഴിക്കത്തില്ല. നമ്മൾ കൂടുതലുണ്ടെങ്കിൽ VS അതവിടെ വെച്ച് മാറ്റി വെച്ചിട്ട് പോയുള്ളൂ. നമ്മൾ കൊടുക്കുന്നത് എന്താണത് ബാക്കി എൻ്റെ അവിടെ വെച്ചിട്ട്. രാത്രി VS മുമ്പ് കഴിച്ചിട്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 പഴം കഴിക്കും, മറ്റേ ഞാലിപ്പ് പോകുമ്പോഴോ അത് ആണ് VS രാത്രി കഴിച്ചിട്ടുണ്ട്. മുമ്പും അങ്ങനെ രാത്രി മുമ്പെന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ VS ഈ വാഴയില ഉണ്ടാക്കുന്ന ആടയുണ്ടല്ലോ, അത് കഴിക്കുമായിരുന്നു. പിന്നെ പഴം ഇതാണ് കഴിക്കുന്നത് രാത്രി. ഇടയ്ക്ക് പിന്നെ കഴിക്കത്തില്ല. രാവിലെ കാപ്പിയുണ്ട്. രാവിലെ കാപ്പിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇഡ്ഡലി, അപ്പം, വെറും കാപ്പി, ചക്കര കാപ്പി കുടിക്കുമായിരുന്നു. ചക്കര കാപ്പി VSന്റെ മെയിനായിരുന്നു. അത് നാരങ്ങ പിഴിഞ്ഞ് നമ്മൾ ഒഴിച്ച് അത് ചക്കര കാപ്പി കൊണ്ട് അവിടെ വെച്ച് കൊടുത്താൽ VS കുടിക്കും. രാവിലെ അത് പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് അത് കുടിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നത്. സാധാരണ സമയം ഒരു 8:30-9 മണി ഒക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിവിടെ വരുമ്പോൾ. മറ്റുള്ള സമയം ഇടയ്ക്ക് പിന്നെ അങ്ങനെ കഴിക്കത്തില്ല VS. പിന്നെ VS ഉച്ചഭക്ഷണം, പിന്നെ കരിക്കും വെള്ളം അത് കുടിക്കുമായിരുന്നു. അല്ല, VS ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ VSനെ ചെന്ന് വിളിക്കും. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഗൺമാനും ഡ്രൈവറൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അവരോട് ചോദിക്കും അവർക്ക് കൊടുത്തോ എന്ന് ചോദിക്കും. അവർക്ക് കഴിച്ചതിന് ശേഷം VS ഭക്ഷണം കഴിക്കാൻ വരാറുള്ളൂ. അങ്ങനെയുണ്ട്. അത് ഉച്ചക്ക് വന്നാലും ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്തുണ്ടെങ്കിലും അവർക്ക് കൊടുത്തതിന് ശേഷം VS ഭക്ഷണം കഴിക്കാൻ വരാറുള്ളൂ. അത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. VSന്റെ കൂടെ VSന്റെ വീട്ടിൽ താമസിക്കാൻ കിട്ടിയത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് പാട് തന്നെയാണ്. ഇനി അങ്ങനെ ഒരു പകരം വെക്കാനായിട്ടുള്ള ഒരു ഇല്ലെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ ഞാൻ വന്നതാണ്. ഇവിടെ മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ്. വന്നപ്പോൾ ചിറ്റേനോട് പറഞ്ഞു ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞവൻ. അങ്ങനെ പിന്നെ ഇവിടെ ആയി. ഇവിടെ നിൽക്കുമായിരുന്നു. പിന്നെ അച്ഛൻ കൊണ്ടെന്നാണ് എന്നെ ഇവിടെ ആക്കുന്നത്. ഞങ്ങൾ VSന്റെ വൈഫ്, എൻ്റെ ചേച്ചി, അമ്മയുടെ ചേച്ചിയുടെ അനിയത്തിയുടെ ചേച്ചിയുടെ മോനാണ് ഞാൻ. ഓർമ്മകളാണ് തീർച്ചയായിട്ടും. അങ്ങനെ തന്നെയാണ്. അങ്ങനെ മറക്കത്തില്ല. VSനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അല്ല എപ്പോഴും കൂടെ ഉള്ള പോലെ തന്നെ നമുക്ക് തോന്നണം. ആ റൂമിനകത്തൊക്കെ കയറുമ്പോൾ തന്നെ നമുക്ക് VS കൂടെ ഉള്ളതായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോഴും അങ്ങനെ. അത് ഇവിടെ വരുന്ന പലവരും പറയുകയും ചെയ്യും നമ്മളോട്, ഇവിടെ വരുമ്പോൾ എന്തോ പോലെയാണെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫീലുണ്ട്. അത് നമ്മൾ ആ ഫോട്ടോയിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് ചെയ്യും. അതിനകത്തിരിക്കണേ സിറ്റൗട്ടിലിരിക്കുന്ന ഫോട്ടോ ഒരു ഫീലിംഗ് ഫോട്ടോ തന്നെയാണ് എപ്പോഴും. ഇടയ്ക്കൊക്കെ നമ്മൾ ഒറ്റക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കും VS ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഓരോ പരിപാടികളൊക്കെ വരുമല്ലോ, പാർട്ടിയുടെ പരിപാടി, അതുപോലെ ഇലക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ നമുക്ക് ആ ഒരു ഇത് തോന്നും. VS ഇലക്ഷന് എവിടെയെങ്കിലൊക്കെ നമ്മുടെ ഇവിടെ ആലപ്പുഴ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടേ പോകത്തുള്ളൂ. എനിക്കകത്ത് വീട് ഒരിക്കലും പുള്ളിക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ വന്നാൽ തന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നില്ല. ഇവിടെ വന്നാൽ പുറത്തു പോയി നടക്കാൻ പറ്റില്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നടക്കും. ഞാൻ അതിനകത്ത് നടക്കാൻ പറ്റത്തില്ല, അവിടെ സിറ്റൗട്ടിൽ നടക്കും. വ്യായാമം VSന് വ്യായാമം യോഗയും VSന് കറക്റ്റായിട്ട് ചെയ്യും. അത് VS വർഷങ്ങളായിട്ട് ചെയ്യുന്നു. അത് എത്ര താമസിച്ചു വന്ന് കിടന്നാലും രാത്രി 3 മണിക്കോ 2 മണിക്കോ വന്ന് കിടന്നാലും 5 മണിക്കോ എഴുന്നേറ്റ് VS യോഗ ചെയ്യും. അത് മാറത്തില്ല. കാരണം ആ വിഷമം നമുക്ക് മാറാൻ പാടാ. അത് മാറത്തില്ലേ. കാരണം VS ഇല്ലാത്ത
അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെ.